നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതാക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാകൂ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മോശം പ്രവൃത്തികളെ ആൾക്കാർ വിലയിരുത്തുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ അയാളുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ആൾക്കാർ വിലയിരുത്തുന്നു. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ലെങ്കിലും അവർക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നമ്മൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഒരുപാട് തവണ വാക്ക് തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. ഇത് പാലിക്കുന്നവർ ഒന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്തു പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപഴകുന്ന സൗഹൃദങ്ങൾ. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. നമ്മളെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസമാധാനം അവിടെയാണ്, അവിടെ മാത്രമാണ്. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും വീണ്ടും സുഹൃത്തുക്കളാക്കാൻ വരും. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത്.
ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾ കൂടുതൽ അനുഭവം നേടുക. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്.